ഭരണഘടനയെ അവഹേളിച്ച കേസിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയൊപ്പം പോലീസിനും രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ക്രെഡിബിലിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ പോലീസ് റിപ്പോർട്ട് തള്ളിക്കളയുന്നു. പോലീസ് റിപ്പോർട്ട് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതി വിധിയും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. പ്രജിത്ത് മോഹൻ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രജിത്ത്, ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഭരണഘടനയെ അവഹേളിച്ചു, അതേസമയം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി ഭരണഘടനയുടെ ബഹുമാനം കാണിച്ചില്ല തുടങ്ങിയ വിഷയങ്ങളിൽ ആർക്കും ആദ്യഘട്ടത്തിൽ പ്രഥമദൃഷ്ട്യാ തന്നെ ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന തരത്തിലുള്ള ലംഘനം തന്നെയാണ് നടത്തിയതെന്ന് വ്യക്തമായിരിക്കെ പൂർണ്ണമായും വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയത്. അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. തുടരന്വേഷണം ആവശ്യമാണെന്ന് മാത്രമല്ല, ഈ പ്രസംഗത്തിൽ പ്രഥമദൃഷ്ട്യാ അവഹേളനമുണ്ടെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രജിത്ത്, വലിയ രാഷ്ട്രീയ വിവാദം തന്നെ മാറിയ വിഷയമാണ്. അന്ന് സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം പുറത്തു വരുമ്പോൾ കേരളത്തിലെ ഇടനേതാക്കളടക്കം സജി ചെറിയാന് വലിയ പിന്തുണ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം വരുന്നു. BJP അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തി. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയും കേരളത്തിലെ LDF നേതൃത്വവും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് വളരെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ നിലപാട് CPM-ൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം കേരളത്തിലെ അന്ന് ഈ വിഷയം ചർച്ച ചെയ്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സജി ചെറിയാൻ പുറത്തിറങ്ങിവെന്ന് പറഞ്ഞത് താൻ രാജിവെക്കുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നാൽ CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ സജി ചെറിയാനെതിരെ നടപടി ഉണ്ടാകുമെന്നും പറയുന്നു. അങ്ങനെ CPM-ൽ തന്നെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ്. CPI-യും വലിയ രീതിയിൽ സജി ചെറിയാന് രാജിക്ക് വേണ്ടി സമ്മർദ്ദമൊക്കെ ചെലുത്തുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഏറെ സംരക്ഷിച്ചു നിർത്തിയ ശേഷമാണ് അവസാനം സജി ചെറിയാന് രാജിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. പിന്നീട് വീണ്ടും മാസങ്ങൾക്കിപ്പുറം പോലീസിന്റെ അനുകൂല റിപ്പോർട്ട് വരുന്നു. ആ അനുകൂല റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ വിധിയോടുകൂടി വീണ്ടും ചർച്ചയാകുന്നത്. പോലീസ് കൃത്യമായി വലിയ രീതിയിലുള്ള ഒരു ഭരണഘടനാ ലംഘനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഭരണഘടനാപരമായ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ജനപ്രതിനിധിയായിരിക്കുന്ന, രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയായിരിക്കുന്ന ആളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ പൊതുമധ്യത്തിലെത്തി വലിയ രീതിയിൽ ചർച്ചയായിട്ടും അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ അടക്കം വീണ്ടും വീണ്ടും നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പോലീസ് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചെന്ന് വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുന്നു. ആ റിപ്പോർട്ടിന്റെ അനുകൂലതയിൽ കൂടിയാണ് 2023 അദ്ദേഹം പിന്നീട് വീണ്ടും അദ്ദേഹം മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായി ഹൈക്കോടതി വിധിയുടെ തെളിയുന്നു, പോലീസ് കൃത്യമായി സജി ചെറിയാനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നിരുന്നു. അന്ന് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോലും സജി ചെറിയാൻ ഒരു സംരക്ഷണം ഒരുക്കി നിന്നു. ആ സംരക്ഷണമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിയോടുകൂടി പൊളിഞ്ഞു വീഴുന്നത്. കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഒരുപക്ഷെ വീണ്ടും സജി ചെറിയാൻ അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയേണ്ടി വരും. കാരണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് രൂക്ഷമായ പരാമർശമാണ്. ഈ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. പക്ഷേ അദ്ദേഹം MLA സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി ഈ കേസിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അന്ന് സജി ചെറിയാന് മന്ത്രിസ്ഥാനം തിരിച്ചു നൽകാൻ കാരണമായിട്ടുള്ള പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായും കോടതി തള്ളിയിരിക്കുന്നു. അതിൽ കോടതിയുടെ ഭാഗത്തെങ്കിൽ കീഴ്ക്കോടതികളിൽ നിന്നുണ്ടായ നടപടികൾ പോലും ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് കൃത്യമായ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്, സജി ചെറിയാൻ വീണ്ടും രാജിവെക്കുമോ എന്നുള്ളത്. ആ ചോദ്യമാണ് ഇനി അങ്ങോട്ട് ചർച്ചയാകേണ്ടത്, ഉയർത്തേണ്ടത്. വീണ്ടും രാജിവെക്കാനുള്ള സന്നദ്ധത വേണ്ടിവരും. കാരണം കൃത്യമായ തിരിച്ചടിയാണ് ഈ കേസിൽ പൂർണ്ണമായും സജി ചെറിയാനും പോലീസിനും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു.